വൃശ്ചിക രാശിയിൽ ഉൾപ്പെടുന്ന അനിഴം നക്ഷത്രം ശനി ഭഗവാന്റെ ആധിപത്യമുള്ള നക്ഷത്രമാണ്. മിത്രനാണ് ഇതിന്റെ ദേവത. ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ മൈത്രി അഥവാ സൗഹൃദമാണ് ഇവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഘടകം. 2026 സെപ്റ്റംബർ മാസം അനിഴം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പരിവർത്തനത്തിന്റെ മാസമെന്ന് വിശേഷിപ്പിക്കാം. ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ പുതിയ കാറ്റുകൾ വീശാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടമാണിത്. നാം കരിയർ, സാമ്പത്തികം, കുടുംബം, ആരോഗ്യം എന്നിങ്ങനെ തരംതിരിച്ച് ആഴത്തിൽ പരിശോധിക്കുന്നു. 2026 സെപ്റ്റംബർ മാസം നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ വലിയ ചലനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള മാസമാണ്. അനിഴം നക്ഷത്രക്കാർ പൊതുവെ കഠിനാധ്വാനികളാണെങ്കിലും പലപ്പോഴും അർഹിച്ച അംഗീകാരം വൈകിയാണ് ലഭിക്കാറുള്ളത്. എന്നാൽ ഈ മാസം സാഹചര്യങ്ങളിൽ അനുകൂലമായ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഓഫീസിൽ നിങ്ങൾക്ക് പുതിയതും പ്രധാനപ്പെട്ടതുമായ ചില ചുമതലകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇതൊരു പരീക്ഷണമായി തോന്നാമെങ്കിലും നിങ്ങളുടെ ഭാവി വളർച്ചയ്ക്ക് ഈ ഉത്തരവാദിത്തങ്ങൾ അടിത്തറയിടും. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്കോ അല്ലെങ്കിൽ നിലവിൽ വിദേശത്തുള്ളവർക്കോ അനുകൂലമായ ചില വാർത്തകൾ ഈ മാസത്തിന്റെ രണ്ടാം പകുതിയോടെ പ്രതീക്ഷിക്കാം. വിസ സംബന്ധമായ തടസ്സങ്ങൾ നീങ്ങാൻ സാധ്യതയുണ്ട്. അനിഴം നക്ഷത്രക്കാരുടെ പ്രത്യേകതയായ നയതന്ത്രപരമായ ഇടപാടുകൾ വഴി ശത്രുക്കളെ പോലും സുഹൃത്തുക്കളാക്കി മാറ്റാൻ സാധിച്ചേക്കും. ടീം വർക്കുകളിൽ നിങ്ങളൊരു പ്രധാന കണ്ണിയായി മാറും. നിലവിലെ ജോലിയിൽ തൃപ്തരല്ലാത്തവർക്ക് പുതിയ മേഖലകളിലേക്ക് ചുവടുവെക്കാൻ ഈ മാസം പ്രചോദനം ലഭിക്കും. എന്നിരുന്നാലും ചാടിക്കയറി ഒരു തീരുമാനമെടുക്കുന്നതിന് മുൻപ് സെപ്റ്റംബർ 15-ന് ശേഷം ഗൗരവകരമായ ആലോചനകൾ നടത്തുന്നത് ഉചിതമായിരിക്കും. മേലധികാരികളുമായി സംസാരിക്കുമ്പോൾ അമിതമായ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് തെറ്റിദ്ധാരണകൾക്ക് ഇടയാക്കിയേക്കാം. നിങ്ങളുടെ ആശയങ്ങൾ അവതരിപ്പിക്കുമ്പോൾ വിനയവും വ്യക്തതയും പാലിക്കുന്നത് ഗുണകരമായേക്കാം. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന അനിഴം നക്ഷത്രക്കാർക്ക് 2026 സെപ്റ്റംബർ ഒരു നിക്ഷേപ മാസമോ പരീക്ഷണ മാസമോ ആകാൻ സാധ്യതയുണ്ട്. പുതിയ ബിസിനസ് പങ്കാളികളെ കണ്ടെത്താൻ സാധ്യത കാണുന്നു. എന്നാൽ ഉടമ്പടികളിൽ ഒപ്പിടുമ്പോൾ നിയമപരമായ വശങ്ങൾ കൃത്യമായി പരിശോധിക്കുന്നത് ഭാവിയിലെ തർക്കങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും. നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്കോ സേവനങ്ങൾക്കോ വിപണിയിൽ പുതിയൊരു മുഖം നൽകാൻ സാധിച്ചേക്കും. മാർക്കറ്റിംഗ് രംഗത്ത് പുതിയ സാങ്കേതിക വിദ്യകൾ പരീക്ഷിക്കുന്നത് ലാഭകരമാകാൻ സാധ്യതയുണ്ട്. ഈ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് പഴയ കുടിശ്ശികകൾ ലഭിക്കാനും പുതിയ കരാറുകളിൽ ഏർപ്പെടാനും സാധ്യത കാണുന്നു. സാമ്പത്തിക കാര്യങ്ങളിൽ മിതത്വവും പ്ലാനിങ്ങും ആവശ്യമുള്ള മാസമാണ് 2026 സെപ്റ്റംബർ. വരുമാനം വർദ്ധിക്കാനുള്ള സാധ്യതകൾ ഉണ്ടെങ്കിലും അപ്രതീക്ഷിത ചെലവുകളും തള്ളിക്കളയാനാവില്ല. പഴയ നിക്ഷേപങ്ങളിൽ നിന്നോ ഇൻഷുറൻസ് പോളിസികളിൽ നിന്നോ അപ്രതീക്ഷിതമായ തുക കൈവരാൻ സാധ്യതയുണ്ട്. പൂർവിക സ്വത്തുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിലൊരു മധ്യസ്ഥ ചർച്ചയ്ക്കും അനുകൂല തീരുമാനത്തിനും സാധ്യതയുണ്ട്. കുടുംബത്തിലെ ശുഭകാര്യങ്ങൾക്കായി പണം ചെലവഴിക്കേണ്ടി വന്നേക്കാം. വീട് നവീകരണത്തിനോ പുതിയ വാഹനങ്ങൾ വാങ്ങുന്നതിനോ വേണ്ടി ലോണുകൾ എടുക്കാൻ സാധ്യതയുണ്ട്. ഇതിനായുള്ള രേഖകൾ തയ്യാറാക്കുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തണം. ഓഹരി വിപണിയിലോ ദീർഘകാല നിക്ഷേപങ്ങളിലോ താല്പര്യമുള്ളവർക്ക് വിദഗ്ധോപദേശം തേടി മുന്നോട്ട് പോകാവുന്നതാണ്. സെപ്റ്റംബർ മാസം ഊഹക്കച്ചവടത്തെക്കാൾ സുരക്ഷിതമായ നിക്ഷേപങ്ങൾക്കായിരിക്കും നിങ്ങൾക്ക് മാനസിക സമാധാനം നൽകുക. അനിഴം നക്ഷത്രക്കാർ കുടുംബത്തിന് വലിയ വില നൽകുന്നവരാണ്. 2026 സെപ്റ്റംബറിൽ കുടുംബ ബന്ധങ്ങളിൽ വൈകാരികമായ അടുപ്പം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. പങ്കാളിയുമായി നിലനിന്നിരുന്ന ചെറിയ അസ്വാരസ്യങ്ങൾ പരിഹരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. പരസ്പരം സമയം ചെലവഴിക്കാനും വിനോദയാത്രകൾ നടത്താനും ഈ മാസം അവസരം ലഭിക്കും. പങ്കാളിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന സാമ്പത്തികമായോ തൊഴിൽപരമായോ ഉള്ള പുരോഗതി നിങ്ങൾക്ക് സന്തോഷം നൽകും. മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിലോ വിവാഹ കാര്യത്തിലോ ഉള്ള ആശങ്കകൾക്ക് ഈ മാസം പരിഹാരം കണ്ടേക്കും. അവരുടെ സർഗാത്മകമായ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നത് കുടുംബത്തിൽ സന്തോഷം കൊണ്ടുവരും. മാതാപിതാക്കളുടെ ആരോഗ്യകാര്യത്തിൽ ചെറിയ ആശങ്കകൾ വരാമെങ്കിലും കൃത്യമായ ചികിത്സയിലൂടെ അത് മറികടക്കാൻ സാധിക്കും. അവരുടെ അനുഗ്രഹം നിങ്ങളുടെ പല കാര്യങ്ങളിലും തടസ്സങ്ങൾ നീക്കാൻ സഹായിക്കും. സുഹൃത്തുക്കൾക്കിടയിൽ നിങ്ങളുടെ സ്വാധീനം വർദ്ധിക്കും. ഒരു പഴയ സുഹൃത്തിനെ അവിചാരിതമായി കാണാനോ അവരിൽ നിന്ന് സഹായം ലഭിക്കാനോ സാധ്യതയുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം സെപ്റ്റംബർ മാസം ഏകാഗ്രതയുടെ മാസമാണ്. വിദേശത്തോ പ്രമുഖ സർവകലാശാലകളിലോ അഡ്മിഷൻ കാത്തിരിക്കുന്നവർക്ക് അനുകൂലമായ വാർത്തകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഗവൺമെന്റ് ജോലിക്ക് ശ്രമിക്കുന്നവർക്കും പ്രവേശന പരീക്ഷകൾ എഴുതുന്നവർക്കും കഠിനാധ്വാനത്തിനനുസരിച്ചുള്ള ബലം ലഭിക്കാൻ സാധ്യത കാണുന്നു. റിസർച്ച് മേഖലയിലുള്ളവർക്ക് പുതിയ കണ്ടെത്തലുകൾ നടത്താനും പ്രബന്ധങ്ങൾ സമർപ്പിക്കാനും അനുയോജ്യമായ സമയമാണ്. അനിഴം നക്ഷത്രക്കാർ പൊതുവെ മാനസിക സമ്മർദ്ദം ഉള്ളിലേക്ക് ഒതുക്കുന്നവരാണ്. 2026 സെപ്റ്റംബറിൽ ഇതിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. സന്ധിവേദന, നടുവേദന എന്നിവയ്ക്ക് സാധ്യതയുള്ളതിനാൽ ദീർഘദൂര യാത്രകളിലും വ്യായാമത്തിലും ശ്രദ്ധ വേണം. ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ വരാതിരിക്കാൻ ഭക്ഷണക്രമം ക്രമീകരിക്കേണ്ടി വരും. മാസത്തിന്റെ ആദ്യ പകുതിയിൽ ചെറിയ തോതിലുള്ള മാനസിക പിരിമുറുക്കം അനുഭവപ്പെടാം. എന്നാൽ മാസത്തിന്റെ അവസാനത്തോടെ മനസ്സ് ശാന്തമാകുകയും പുതിയ ആശയങ്ങൾ ഉദിക്കുകയും ചെയ്യും. യോഗ, ധ്യാനം എന്നിവ ശീലമാക്കുന്നത് വലിയ ഗുണം ചെയ്യും. പ്രകൃതിയുമായി ഇണങ്ങിച്ചേർന്നുള്ള യാത്രകൾ മനസ്സിന് ഉന്മേഷം നൽകും.
ജ്യോതിഷം സാധ്യതകളുടെ ശാസ്ത്രമായതിനാൽ വരാനിടയുള്ള വെല്ലുവിളികളെ മുൻകൂട്ടി കണ്ട് പ്രതിരോധിക്കുന്നത് ബുദ്ധിയാണ്. ഈ മാസം മറ്റൊരാൾക്ക് വേണ്ടി ജാമ്യം നിൽക്കുകയോ വലിയ വാഗ്ദാനങ്ങൾ നൽകുകയോ ചെയ്യുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത്. സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ച് വാഗ്ദാനങ്ങൾ പാലിക്കാൻ കഴിയാതെ വരുന്നത് നിങ്ങളുടെ വിശ്വാസ്യതയെ ബാധിച്ചേക്കാം. വിട്ടുമാറാത്ത ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ പോലും ഡോക്ടറെ കാണാൻ മടിക്കരുത്. സ്വയം ചികിത്സ ഒഴിവാക്കുക. നിങ്ങളുടെ വളർച്ചയിൽ അസൂയുള്ളവർ ഓഫീസിലോ ബിസിനസ് രംഗത്തോ ഉണ്ടായേക്കാം. രഹസ്യങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെക്കുമ്പോൾ മിതത്വം പാലിക്കുക. വാഹനം ഓടിക്കുമ്പോൾ അമിത വേഗത ഒഴിവാക്കുക. സെപ്റ്റംബർ മാസത്തിലെ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കണക്കിലെടുത്ത് യാത്രകൾ പ്ലാൻ ചെയ്യുക. അനിഴം നക്ഷത്രത്തിന്റെ അധിപൻ ശനി ആയതുകൊണ്ട് തന്നെ അച്ചടക്കവും ആത്മീയതയും ശീലിക്കുന്നത് ദോഷങ്ങളെ കുറയ്ക്കാൻ സഹായിക്കും. ശനിയാഴ്ചകളിൽ ശാസ്താക്ഷേത്രത്തിലോ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിലോ ദർശനം നടത്തുക. എള്ളുപായസമോ നീരാജനമോ സമർപ്പിക്കുന്നത് മാനസിക തടസ്സങ്ങൾ നീക്കാൻ സഹായിക്കും. അനിഴത്തിന്റെ ദേവത മിത്രനാണ്. സൂര്യഭഗവാന്റെ ഒരു ഭാവമാണ് മിത്രൻ. അതിനാൽ ദിവസവും രാവിലെ സൂര്യനമസ്കാരം ചെയ്യുന്നത് ഊർജ്ജസ്വലത വർദ്ധിപ്പിക്കും. കഴിയുന്ന രീതിയിൽ അന്നദാനമോ വസ്ത്രദാനമോ നടത്തുക. ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവർക്ക് സഹായം നൽകുന്നത് അനിഴം നക്ഷത്രക്കാർക്ക് വലിയ പുണ്യമാണ്. മാസത്തിന്റെ ഒന്നാം വാരം ആശയവിനിമയത്തിന് പ്രാധാന്യം ലഭിക്കും. നിർത്തിവെച്ചിരുന്ന പല കാര്യങ്ങളും പുനരാരംഭിക്കാൻ സാധ്യതയുണ്ട്. സഹോദരങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. പുതിയ ജോലിക്ക് അപേക്ഷിക്കാൻ മികച്ച സമയം. രണ്ടാം വാരം സാമ്പത്തിക നേട്ടങ്ങൾക്ക് സാധ്യതയുള്ള വാരമാണ്. എങ്കിലും അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കണം. പാരമ്പര്യമായി ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. കഠിനാധ്വാനം ബലം കണ്ടു തുടങ്ങും. മൂന്നാം വാരം ബന്ധങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണ്ട സമയമാണ്. പങ്കാളിയുമായോ സുഹൃത്തുക്കളുമായോ ഉള്ള ചർച്ചകളിൽ സംയമനം പാലിക്കുക. ഔദ്യോഗികമായി ചില സമ്മർദ്ദങ്ങൾ ഉണ്ടായേക്കാം, എന്നാൽ അത് താൽക്കാലികമായിരിക്കും. മാസാവസാനം ആത്മവിശ്വാസം വീണ്ടെടുക്കുന്ന വാരമാണ്. ദൂരയാത്രകൾക്കും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനും സാധ്യതയുണ്ട്. മാസാവസാനം മനസ്സിന് സന്തോഷം നൽകുന്ന വാർത്തകൾ തേടിയെത്തും. അനിഴം നക്ഷത്രക്കാർക്ക് പലപ്പോഴും ജീവിതത്തിൽ ഒന്നിനു പുറകെ ഒന്നായി പരീക്ഷണങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്നാൽ 2026 സെപ്റ്റംബറിലെ പ്രത്യേകത ഈ പരീക്ഷണങ്ങളെ വിജയകരമായി അതിജീവിക്കാനുള്ള ആന്തരിക കരുത്ത് നിങ്ങൾക്ക് ലഭിക്കുമെന്നതാണ്. നിങ്ങളുടെ നക്ഷത്രത്തിന്റെ സ്വഭാവമായ സ്ഥിരത ഈ മാസം പരീക്ഷിക്കപ്പെട്ടേക്കാം. എന്നാൽ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാനുള്ള നിങ്ങളുടെ കഴിവ് ഈ മാസം നിങ്ങളെ രക്ഷിക്കും. ഏത് പ്രതിസന്ധിയിലും തളരാതെ നിൽക്കാനുള്ള നിങ്ങളുടെ മനസ്സ് മറ്റുള്ളവർക്ക് മാതൃകയാകും. 2026 സെപ്റ്റംബർ മാസം അനിഴം നക്ഷത്രക്കാർക്ക് നൽകുന്ന സന്ദേശം ക്ഷമയോടെ കാത്തിരിക്കുക, വിവേകത്തോടെ പ്രവർത്തിക്കുക എന്നതാണ്. ഈ മാസം നിങ്ങൾ ചെയ്യുന്ന ചെറിയ മാറ്റങ്ങൾ പോലും വരും വർഷങ്ങളിൽ വലിയ പ്രതിഫലനങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. പോസിറ്റീവായ ചിന്താഗതിയും കഠിനാധ്വാനം ചെയ്യാനുള്ള മനസ്സും ഉണ്ടെങ്കിൽ ഈ മാസം നിങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ സാധിക്കും. ഭാഗ്യത്തെക്കാൾ കൂടുതൽ നിങ്ങളുടെ കർമ്മത്തിന് പ്രാധാന്യം നൽകേണ്ട മാസമാണിത്. ഈ മാസം ആരെങ്കിലും നിങ്ങളെ വിമർശിക്കുകയാണെങ്കിൽ അതിൽ വിഷമിക്കാതെ ആ വിമർശനങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് പഠിക്കാൻ സാധിക്കുമെന്ന് നോക്കുക.